മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ചെറുതുരുത്തി പയങ്കുളം റോഡിൽ റെയിൽവേ ഗേറ്റിൽ റെയിൽവേ സ്ഥാപിച്ച സ്പീഡ് ബ്രേക്കുകൾ അപകടക്കെണിയാകുന്നതായി പരാതി. ഉയരം കൂടിയ ഹമ്പുകൾ രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹന യാത്രികർക്കും അപകടം സൃഷ്ടിക്കുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. ചെറുതുരുത്തി പയങ്കുളം റൂട്ടിലെ റെയിൽവേ ഗേറ്റിന് സമീപം റെയിൽവേ സ്ഥാപിച്ച പുതിയ സ്പീഡ് ബ്രേക്കുകൾ യാത്രക്കാർക്ക് ദുരിതമാകുന്നു. ഉയരം കൂടിയതും റിഫ്ലക്ടറുകൾ ഇല്ലാത്തതുമായ ഈ ഹമ്പുകൾ അപകടങ്ങൾക്കിടയാക്കുന്നതായി വാഹനയാത്രക്കാർ പരാതിപ്പെടുന്നു. 2 ദിവസം മുൻപാണ് വാഹനങ്ങൾ മെല്ലെ പോകുന്നതിനായി റെയിൽവേ അധികൃതർ ഹമ്പുകൾ സ്ഥാപിച്ചത്. എന്നാൽ പയങ്കുളം ഭാഗത്തു നിന്നും ചെറുതുരുത്തി ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ ഇതിനകം തന്നെ 2 ഹമ്പുകൾ നിലവിലുണ്ട്. ഇതിനു പുറമെയാണ് ടയറുകളും പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കളും ഉപയോഗിച്ച് വലിയ ഉയരമുള്ള ഹമ്പുകൾ സ്ഥാപിച്ചത്. രാത്രികാലങ്ങളിൽ റിഫ്ലക്ഷൻ ലൈറ്റുകൾ ഇല്ലാത്തതിനാൽ ഇത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നു. ഇതിനെ തുടർന്ന് ഇരുചക്ര വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് അപകടങ്ങൾ പതിവാകുന്നുണ്ടെന്ന് യാത്രക്കാർ പറയുന്നു. നല്ല കാര്യമാണ് ചെയ്തത് റെയിൽവേ. പക്ഷെ ഒന്നുണ്ട്, ഈ ഇരുചക്ര വാഹനങ്ങളൊക്കെ പോകുമ്പോൾ വീഴാൻ പോവുകയാണ്. അപ്പോൾ അത് വയസ്സായ ആൾക്കാരും നടന്നു പോകുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടാണ്. അത് ചെയ്ത് ഈ ലേശം ഉയരം കൂടുതലാണ് എന്ന് മാത്രമേ പറയാൻ ഉള്ളൂ. ഈ പറഞ്ഞ മാതിരി വീഴാനൊക്കെ പോയിട്ടുണ്ട്, ആൾക്കാരൊക്കെ വീഴാൻ പോകുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ അവരിത് അറിയില്ലല്ലോ, അപ്പോൾ അവർക്ക് വിഷമമുണ്ട് പോകുമ്പോൾ. അത് സമാനമായി ചെറുതുരുത്തിയിൽ നിന്നും പയങ്കുളം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ബ്രേക്ക് ഡൌണായി വാഹനങ്ങൾ വഴിയിൽ കിടക്കുന്നത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായി ബസ് കണ്ടക്ടർമാർ പറയുന്നു. ഓൾറെഡി ഇവിടെ 2-3 ഉണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ഇത് വെച്ചിരിക്കുന്നത്. ഇത് വണ്ടി അത്രയും ഫിറ്റ് ലോഡായിട്ടാണ് പിള്ളേരെയും വെച്ചിട്ട് പോകുന്നത്. ചാടുമ്പോൾ നമുക്ക് ലീക്കിനൊക്കെ ഭയങ്കര പ്രശ്നം വരുന്നുണ്ട്. അതൊന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി എടുക്കാൻ ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര ചാടുന്നുണ്ട്. 3 പ്രാവശ്യം ചാടുമ്പോൾ തന്നെ അതിൽ ഇത്രയും പിള്ളേരെ വെച്ച് ചാടുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ഇരുചക്ര വാഹനങ്ങൾ വേഗതയിൽ വന്ന് ഗേറ്റിൽ ഇടിക്കുന്നത് തടയാൻ റെയിൽവേ എടുത്ത നല്ല തീരുമാനമാണിതെങ്കിലും ഹമ്പുകൾക്ക് ഉയരം കൂടുതലായതിനാൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു. അതിനാൽ റെയിൽവേ അധികൃതർ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇത് സംഭവം വെച്ചിട്ടുള്ളതൊക്കെ നല്ലത് തന്നെയാണ്. സ്പീഡ് കൺട്രോൾ ചെയ്യാനും ഈ സ്പീഡ് കൂടുതൽ നമ്മൾ പോകുന്ന വഴികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇത് യൂസായിരുന്നു. നമുക്ക് പൊതുവേ ഈ റോട്ടിൽ നമുക്ക് സ്പീഡ് പോകാൻ പറ്റില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റിൽ കൂടുതൽ റെയിൽവേ ഗേറ്റ് തുറന്ന് കിടക്കുന്ന സാഹചര്യമില്ല. പിന്നെ എപ്പോഴും വണ്ടികൾ ഇതേപോലെ ബ്ലോക്കായിരിക്കും. ഈ ബ്ലോക്കുള്ള ടൈമിൽ ഈ പറയുന്ന പോലെ സ്പീഡിൽ പോകാൻ പറ്റില്ല. ഇവിടെ ഇതിൻ്റെ ഒരു ആവശ്യകത ഇല്ല. ഇനി ഉണ്ടെങ്കിൽ കൂടിയും ഇത്ര ഹൈറ്റ് വേണമെന്നായിരുന്നു അതിൻ്റെ ഒരു ഇത്. കുറേ അശാസ്ത്രീയമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. നമ്മൾ രാത്രി വരുമ്പോൾ ഈ ഹമ്പ് നമുക്ക് കാണാൻ കഴിയില്ല. വേണ്ടത്ര ലൈറ്റോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ഹമ്പ് കാണാൻ പറ്റില്ല. പെട്ടെന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഈ അവിടെ സഡൻ ബ്രേക്ക് ഇടുന്നു, സ്കിഡാവുന്നു, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇവിടെ വരുന്നുണ്ട്. 2 ദിവസം മുന്നൊക്കെ അവിടെ ഒരു ബൈക്കുകാരൻ മറിഞ്ഞു. അപ്പോൾ അതിൽ ചെറിയൊരു അശാസ്ത്രീയമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അവിടെയും 2 സൈഡിലും വെച്ചിട്ടുണ്ട്. കറക്റ്റ് വേണ്ട രീതിയിലല്ല അവർ വെച്ചിട്ടുള്ളതെന്നാണ്. നല്ലത് തന്നെയാണ്. ഒരു കണക്ക് കേട്ട് നോക്കി ആ വണ്ടിക്കാർ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് സാധാരണക്കാർ ഇതിലൂടെ പോകുന്നത്. CCV ന്യൂസ്, പാഞ്ഞാൾ.